അമേരിക്കൻ കുടിയേറ്റ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കടുത്ത നടപടികളിൽ ഒന്നിന് തുടക്കമിട്ട് ട്രംപ് ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ്. വാഷിംഗ്ടൺ ഡിസിയിൽ 2 നാഷണൽ ഗാർഡ് അംഗങ്ങൾക്ക് വെടിയേറ്റ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചില രാജ്യങ്ങളിൽ നിന്നുള്ള, കൂടുതൽ വ്യക്തമാക്കിയാൽ 19 രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ഗ്രീൻ കാർഡ് ഉടമകളെയും വീണ്ടും കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഭരണകൂടം. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് USCIS ഡയറക്ടർ ജോസഫ് എഡ്ലോഫ് പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം കൺട്രീസ് ഓഫ് കൺസേൺ, അതായത് അപകടകരമെന്ന് കരുതുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ ഗ്രീൻ കാർഡ് ഉടമയുടെയും സ്ഥിരതാമസ പദവി സമ്പൂർണവും കർശനവുമായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് വ്യക്തമാക്കി. ഈ അപ്രതീക്ഷിതവും അതിശക്തവുമായ നടപടി എന്തിനാണ്? ഈ 19 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇത് നിയമപരമായി അമേരിക്കയിൽ താമസിക്കുന്നവരെ എങ്ങനെയാണ് ബാധിക്കുക? ട്രംപിന്റെ ഈ കടുത്ത കുടിയേറ്റ നയം ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സമൂഹത്തിൽ ഉയർത്തുന്ന ആശങ്കകൾ എന്തൊക്കെയാണ്? പരിശോധിക്കാം. ഈ നടപടിയുടെ കാരണം പറഞ്ഞല്ലോ. വാഷിംഗ്ടൺ ഡിസിയിൽ 2 നാഷണൽ ഗാർഡ് സൈനികർക്ക് വെടിയേറ്റ സംഭവത്തിൽ പ്രതി ഒരു അഫ്ഗാൻ പൗരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ട്രംപ് ഭരണകൂടം അടിയന്തര നടപടി സ്വീകരിച്ചത്. നാഷണൽ ഗാർഡ് അംഗങ്ങളായ സ്പെഷ്യലിസ്റ്റ് സാറ ബെക്സ്ട്രോം, അതുപോലെ സ്റ്റാഫ് സർജൻ ആൻഡ്രൂ വുൾഫ് എന്നിവർക്ക് നേരെ അഫ്ഗാൻ പൗരനായ റഹ്മാനുള്ള ലഗൻവാൾ വെടിയുതിർത്ത സംഭവമാണ് ഈ അതിശക്തമായ കുടിയേറ്റ നയമാറ്റത്തിന് കാരണമായത്. വെടിവയ്പിൽ സാറ ബെക്സ്ട്രോം മരണപ്പെടുകയും അതുപോലെ ആൻഡ്രൂ വുൾഫിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ മുൻ ഭരണകൂടം രാജ്യത്തേക്ക് പ്രവേശിപ്പിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് അഫ്ഗാൻ പൗരന്മാരെ വീണ്ടും പരിശോധിക്കണമെന്ന് പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടു. മുൻ ഭരണകൂടത്തിന്റെ അശ്രദ്ധമായ പുനരധിവാസ നയങ്ങൾ കാരണമാണ് ലഗൻവാളിനെ രാജ്യത്തേക്ക് പ്രവേശിപ്പിച്ചത് എന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. അമേരിക്കൻ ജനതയുടെ സുരക്ഷയാണ് പരമപ്രധാനം. മുൻ ഭരണകൂടത്തിന്റെ നയങ്ങളുടെ ഭാരം അമേരിക്കൻ ജനത വഹിക്കേണ്ടി വരില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് USCIS ഡയറക്ടർ ജോസഫ് എഡ്ലോഫ് ഗ്രീൻ കാർഡുകൾ നൽകുന്ന പ്രക്രിയയിൽ നെഗറ്റീവായ രാജ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഘടകങ്ങൾ പരിഗണിക്കാൻ ഉദ്യോഗസ്ഥർക്ക് പുതിയ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം നേരത്തെ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയ 19 രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രീൻ കാർഡ് ഉടമകളെയാണ് ഈ പുതിയ പരിശോധന പ്രധാനമായും ബാധിക്കുന്നത്. ഈ പട്ടികയിൽ പ്രധാനമായും അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ക്യൂബ, വെനസ്വേല, സൊമാലിയ, സുഡാൻ, ഹെയ്തി, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഉയർന്ന വിസ കാലാവധി കഴിഞ്ഞു പോകുന്നവരുടെ എണ്ണം, അതുപോലെ മതിയായ വിവരങ്ങൾ നൽകാത്തത്, ദുർബലമായ സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയ കാരണങ്ങളാണ് ഈ രാജ്യങ്ങളെ അപകടകരമെന്ന് കണക്കാക്കാൻ കാരണം. ഗ്രീൻ കാർഡിനൊപ്പം മുൻ ഭരണകൂടം അംഗീകരിച്ച എല്ലാ അഭയാർത്ഥി കേസുകളും വീണ്ടും പരിശോധിക്കാൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ട്. നിയമപരമായി വർഷങ്ങളോളം അമേരിക്കയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഗ്രീൻ കാർഡ് ഉടമകളെ വീണ്ടും പരിശോധിക്കുന്നത് കുടിയേറ്റ സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അതായത് നിയമപരമായി സ്ഥിരതാമസ പദവി നേടിയവർ പോലും വീണ്ടും പരിശോധിക്കപ്പെടുമ്പോൾ അവരുടെ ഗ്രീൻ കാർഡ് റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് രാജ്യത്ത് നിന്ന് പുറത്താക്കൽ ഉത്തരവിലേക്ക് നയിച്ചേക്കാം. ഈ പുതിയ പരിശോധനയിൽ സുരക്ഷാ കാരണങ്ങളോ മറ്റോ ചൂണ്ടിക്കാട്ടിയ ഒരാളുടെ ഗ്രീൻ കാർഡ് റദ്ദാക്കപ്പെട്ടാൽ അവർക്ക് രാജ്യത്ത് നിന്ന് പുറത്താക്കൽ ഉത്തരവ് നേരിടേണ്ടി വരുമെന്ന് തീർച്ച. കൂടുതൽ അപ്പീലുകൾക്ക് സാധ്യതയും കുറവായിരിക്കും. നിലവിൽ ഈ 19 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടുന്നില്ല എങ്കിലും അമേരിക്കൻ കുടിയേറ്റ നയങ്ങളിൽ പെട്ടെന്നുണ്ടായ ഈ ഒരു കർശനമായ മാറ്റം ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. മുൻ ഭരണകൂടത്തിന്റെ അശ്രദ്ധമായ പുനരധിവാസ നയങ്ങൾക്ക് അമേരിക്കൻ ജനത വില നൽകേണ്ടി വരില്ല എന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിക്കുമ്പോൾ ഇത് അമേരിക്കയുടെ കുടിയേറ്റ ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന നയപരമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു കുറ്റകൃത്യത്തെ മുൻനിർത്തി ഒരു കൂട്ടം രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഒന്നടങ്കം സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ ഈ ഒരു നീക്കം നിയമപരമായ കുടിയേറ്റത്തിന്റെ ഭാവി അമേരിക്കയിൽ കൂടുതൽ കടുപ്പമുള്ളതാക്കുമെന്നതിൽ സംശയമില്ല. ദേശീയ സുരക്ഷയെ മുൻനിർത്തിയുള്ള ഈ നടപടി അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയും അതുപോലെ നിയമപരമായ കുടിയേറ്റത്തിന്റെ ഭാവിയെയും എങ്ങനെ ബാധിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.